തിരുവമ്പാടിയിൽ മത്തായി ചാക്കോ അനുസ്മരണ പരിപാടിയിൽ താമരശ്ശേരി രൂപതാധ്യക്ഷനായിരുന്ന മാർ പോൾ ചിറ്റിലപ്പള്ളിക്കെതിരായ പിണറായി വിജയന്റെ നികൃഷ്ടജീവി പരാമർശമാണ് ഇക്കാലമത്രയും കത്തിനിന്നത്. CPM MLA ആയിരുന്ന മത്തായി ചാക്കോ സ്വബോധത്തോടെ അന്ത്യകൂദാശ സ്വീകരിച്ചുവെന്ന ബിഷപ്പിന്റെ പരാമർശമാണ് അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായിയെ പ്രകോപിപ്പിച്ചത്. പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് UDFന് വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ടജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. 11 വർഷം കഴിഞ്ഞപ്പോഴാണ് നികൃഷ്ടജീവി പരാമർശം വീണ്ടും ചർച്ചയാക്കുന്ന വിവരദോഷി പ്രയോഗം. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. പദവി മാറിയെങ്കിലും പ്രയോഗത്തിലും ശൈലിയിലും മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ഉറപ്പിക്കുന്ന ഉദാഹരണം. നാട്യങ്ങളില്ലാതെ പെരുമാറുന്നയാളാണ് പിണറായി എന്ന് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചയാളാണ് ഡോക്ടർ ഗീവർഗീസ് മോർ കുറിലോസ്. പലപ്പോഴും ഇടതിനെ പ്രതിരോധിക്കാൻ മുൻപന്തിയിൽ നിന്നിരുന്ന അപൂർവം പുരോഹിതരിൽ ഒരാൾ. ഇടതുവേദികളിൽ ക്രൈസ്തവ മുഖമായി പാർട്ടി അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ മെത്രാപ്പൊലീത്തയാണ് പരസ്യമായി ആക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാണ് ചില ഇടത് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. യാക്കോബായ സഭ ഉൾപ്പെടുന്ന കൗൺസിൽ ഓഫ് ചർച്ചസ് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വിമർശിച്ച് രംഗത്തെത്തിയെങ്കിലും തൽക്കാലം പ്രതികരിക്കാനില്ലെന്നാണ് ഇതര സഭകളുടെ നിലപാട്. യാക്കോബായ സഭയാവട്ടെ മോർ കുറിലോസിൻ്റെത് സഭാ നിലപാടല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയെ കൂടെ നിർത്താൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് മോർ കുറിലോസിന്റെ വിമർശനവും മുഖ്യമന്ത്രിയുടെ മറുപടിയും. പള്ളിത്തർക്കത്തിൽ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് സർക്കാരുമായി നിരന്തര ചർച്ചകൾ നടക്കുന്നതിനിടെയുണ്ടായ വിവാദത്തിൽ മോർ കുറിലോസിൻ്റെത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് ചൂണ്ടിക്കാട്ടി സഭാ നേതൃത്വം അദ്ദേഹത്തെ തള്ളുന്നു. വിഷയത്തിൽ ഇടപെടാൻ ഇല്ലെന്നാണ് കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നിലപാട്. അതേസമയം കത്തോലിക്ക സഭാ നിലപാടുകളെ അവഗണിച്ച സർക്കാർ നിലപാട് ഇടതു പരാജയത്തിന് ആക്കം കൂട്ടിയതായി വിവിധ സഭാ സംഘടനകൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശൈലിയാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നായിരുന്നു നാളുകൾക്ക് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത്. വിമർശനങ്ങൾക്കൊന്നും തൻ്റെ ശൈലി മാറ്റാനായിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.